ഇതാണ് വയലറ്റ് പയറ്. മീൻകറി കേട്ടോ സ്പെഷ്യല്. നമ്മുടെ വീട്ടില് സാധനം ഇല്ല. അപ്പൊ രാവിലെ നമ്മള് പശുവിനെ പാടത്ത് കൊണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തല്ലോ. അപ്പൊ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി കേട്ടത്. ഇവിടെ ഒരുപാട് പച്ചക്കറികൾ ചേച്ചി ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ അവർക്ക് ആർക്കും ഇപ്പോൾ നോക്കാൻ സമയമില്ല, എല്ലാവരും തിരക്കിലാണ്. ഉള്ള കുറച്ച് പച്ചക്കറികളിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറേ പച്ചക്കറി വളഞ്ഞു നിൽക്കുന്നുണ്ട്. അതിന് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, പറിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം വിളവെടുപ്പ് കേട്ടോ. ഇതേപോലെ നമ്മുടെ പറമ്പിലും ഇതേപോലെയൊക്കെ വിളവെടുക്കാൻ ആഗ്രഹമുള്ള സംഭവമാണ്. നമുക്ക് നോക്കാം. ചിലപ്പോൾ അവിടെ നമ്മളെ പാടത്തു ഇതൊക്കെ ഇതേപോലെ കിട്ടും. ചിലപ്പോൾ നല്ല ഒരു വെണ്ടൊക്കെ നല്ല മൂത്തിക്കുണ്ട്, അത് നമുക്ക് പറിക്കാം. മുളകുണ്ട്, മുളക് ഇവിടെ കുറേ ഉണ്ടായിരുന്നു, അത് അവിടെ കുറേ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ പഴുത്ത് പഴുത്ത് കഴിയാറായിരുന്നു. കുറേയൊക്കെ മുളക് നമ്മള് മറ്റേ കൊണ്ടാട്ടവും ഉണക്കൊക്കെ ചെയ്തിട്ട്. ഇതാണ് വയലറ്റ് പയറ്. ഇതിവിടെ കുറച്ചായിട്ട് ഉണ്ടാവലുള്ളൂ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറ്റേ പയറിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ വെക്കുക. ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ വഴുതനങ്ങ അങ്ങനെ കായ്ക്കാൻ. പയറ് നല്ല ടേസ്റ്റ് ആണ്, പക്ഷെ കുറച്ചായിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ പാടത്തൊക്കെ പോയി സമയം ഏകദേശം ഉച്ചയായിട്ടോ. അപ്പോൾ ഇന്നലെ വന്നതാണ്. ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ചു പോകും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടു. ഉച്ചയ്ക്കുള്ള അടിപൊളി സദ്യ പോലെ ഒരു ഐറ്റം കേട്ടോ. പപ്പടം, പൊരിച്ച മീൻ, ഒരു ഉപ്പേരി, മീൻ കറി കേട്ടോ. അപ്പോൾ അടിപൊളി കഴിച്ചു നോക്കട്ടെ. അപ്പോൾ മീൻ കറി കേട്ടോ സ്പെഷ്യല്. അപ്പോൾ അടിപൊളി മീൻ കറിയും മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പോവാം. നമ്മളെ കുഞ്ഞാറ്റ അവിടെ ഉണ്ട് കേട്ടോ. കുഞ്ഞാറ്റ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. കഴിക്കാൻ പോവാ. അടിപൊളി മീൻ കറി വറുത്തത് സൂപ്പർ. അപ്പോൾ നമ്മൾ നേരത്തെ ഒടുക്കത്തെ വരെയുണ്ട് അവിടെ. വീഡിയോ എടുക്കാൻ പറ്റാനിട്ട് നമ്മൾ നിർത്തിപ്പോയി. അപ്പോഴത്തേക്കും നമ്മളെ കുഞ്ഞിക്കിളി കുളിച്ചൊക്കെ വന്നു കേട്ടോ. നമുക്ക് ഏകദേശം പച്ചക്കറികളൊക്കെ കിട്ടിട്ടോ. ഓക്കെ, ഇത്ര കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയുള്ള പയർ ഇത് പറിക്കണോ? ഒക്കെ പറിക്കട്ടോ. ഇനി ഒരു മാസത്തേക്കുള്ള പച്ചക്കറി പറിച്ചു വെക്കുകയാണ്. പീച്ചിങ്ങ അത് വാടിയിട്ടോ. അത് നനയ്ക്കാത്തോണ്ടേ ഇവിടെ മോട്ടർ കേടെന്ന് തോന്നുന്നു. കുറച്ച് ദിവസമായിട്ട് മോട്ടർ കേടാണ്. ഇതാട്ടോ വള്ളിച്ചീര. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അതായിട്ട് കാണുകയാണേ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മത്തനും കുമ്പളൊക്കെ പോലെ ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ ഇലയാണോ കഴിക്കുക? മൊത്തം കഴിക്കും കേട്ടോ. അപ്പൊ ഇത് എവിടുന്ന് കിട്ടിയതാ? ഇവിടെ ഉണ്ടോ? ആദ്യം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ കാലമായിട്ട് ഇങ്ങനെ കിട്ടിയായിരുന്നില്ല ഇതിന്റെ വിത്തൊന്നും. അപ്പൊ അമ്മ എവിടുന്നോ വാങ്ങിക്കൊടുന്നതാണ്. നമുക്ക് കാണാത്ത സാധനം കേട്ടോ, വെറൈറ്റി. ഞാനത് കണ്ടിട്ടില്ല. അപ്പൊ ഇതിന്റെ വിത്ത് കുഴിച്ചിട്ടോ? വിത്ത് കുഴിച്ചിട്ടത് വിത്തുണ്ട്. ഇനി ഇവിടെ ഉണ്ടോ? ഇനി ഉണ്ടോന്ന് അറിയില്ല, അത് അമ്മ കുഴിച്ചിട്ടത്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വളർന്നു. അപ്പൊ ഇതാണ് മല്ലിച്ചെപ്പ്. ഇതിന്ന് ഇങ്ങനെ മല്ലി പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ കായായി വരും. അത് ആദ്യമായിട്ടാണ് ഉണ്ടാവണത്. ഇതാണ് കൊത്തമര. ഇത് ഇങ്ങനെ ഉപ്പേരിക്കൊക്കെ വെക്കും ഞങ്ങള്. ഇത് നല്ല ടേസ്റ്റാണ്. നാടൻ മാങ്ങ കേട്ടോ, അത്യാവശ്യമുണ്ട്. ഒരുപാടുണ്ട് തോന്നുന്നുണ്ട്. പറിക്കുന്നതല്ലോ കേട്ടോ, ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതേപോലെ ചേച്ചീൻ്റെ അവിടെ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളാട്ടോ ഇതൊക്കെ. നെല്ല് പാട് കൊയ്യാനും അതേപോലെ നെല്ല് കൊഴിയാനും ഒക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ പുല്ല് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ മെയിനായിട്ട് പശുക്ക് കൊടുക്കുന്നത് വൈക്കോലാട്ടോ. അപ്പോൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കെട്ടുന്നതാണ്. ഈ കെട്ടിൽ ഒരു കൊണ്ടുവന്നാൽ തന്നെ തീ പിടിച്ചു കേട്ടോ. തീ പിടിച്ച് അതൊക്കെ പകുതി മുക്കാലും കത്തിപ്പോയി. മറ്റേ വൈക്കോലിന് എന്തോ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് കിട്ടിയിട്ടുള്ള പച്ചക്കറിയാണ്. ഇതവർ വേണം വിചാരിച്ച് ഉണ്ടാക്കിയൊന്നും അല്ല കേട്ടോ. ഇത് തൈ നട്ടിട്ടുണ്ട്. പിന്നെ
അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലാറെ കായ കിട്ടും. ഇത് കുക്കുംബർ കേട്ടോ, കക്കരിക്ക എന്ന് പറയുന്ന സാധനമാണിത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള കുക്കുംബറാണ്. അടിപൊളി, കയ്പൊന്നുമില്ല. ഇത് കണ്ടോ, തണ്ട് റോസ് കളറേ, അതേപോലെ ഇല സാധാരണ പച്ച. നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ ഈ റോസാവും അല്ലെങ്കിൽ പച്ചയോടെ. ഇത് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളവിടെ നിന്ന് ഇങ്ങനെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി കേട്ടോ, അതുകൊണ്ട് കാണിച്ചാണ്. അമ്മയ്ക്കിത് കാണുമ്പോൾ ഒരു അത്ഭുതമാവും. പതുക്കെ പറിച്ചെടുക്കാം കേട്ടോ. നമ്മളിന്ന് പോകുമ്പോൾ കുറച്ച് സാധനം കൊണ്ടാൽ പോകട്ടെ. എന്തായാലും മണ്ണ് കളയില്ല കേട്ടോ. മണ്ണ് അതേപോലെ തന്നെ വെക്കുകയാണെങ്കിൽ അവിടെ കൊണ്ടു ചെന്നിട്ട് നമുക്ക് വെച്ചാൽ മതി. അപ്പോൾ കുഞ്ഞാറ്റേൻ്റെ പച്ചക്കറി കണ്ടില്ലേ, കുഞ്ഞാറ്റേൻ്റെതല്ല, കുഞ്ഞാറ്റേൻ്റെ അമ്മേൻ്റെതും എല്ലാവരും കേട്ടോ. ഒരാൾ മാത്രമല്ല, എല്ലാവരും ഉണ്ട് ഇതിൽ. അപ്പോൾ കുഞ്ഞാറ്റേൻ്റെ പൂക്കൾ കേട്ടോ, പൂത്തോട്ടം കുഞ്ഞാറ്റ ഉണ്ടാക്കിയതാണ്. അപ്പോൾ പഠനത്തിൻ്റെ ഒപ്പം കൊണ്ടു നടക്കുന്ന ഒരു ചെറിയൊരു ഹോബിയായിട്ട് ഈ പൂന്തോട്ടം. ഏകദേശം അത് അറ്റം മുതൽ ഈ അറ്റം വരെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതാണ് എന്റെ പൂച്ച. ഞങ്ങൾ ഇട്ട പേര് ലൂണാണ്, പക്ഷെ കുർമിയെന്ന് വിളിച്ചാൽ അവള് വിളി വെക്കുള്ളൂ. 3 വയസ്സായിട്ടുണ്ടാവും ഏകദേശം. ചേച്ചിയുടെ ഫ്രണ്ട് കൊടുത്തതാ. ആണല്ലേ. നമുക്ക് പൂച്ചേൻ്റെ താല്പര്യം മാത്രമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ നായുണ്ട്, മറ്റ് മൃഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പൂച്ചയും പ്രാവും നമ്മൾ ശീലിച്ചില്ല കേട്ടോ, കണ്ട് ശീലിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ വേറെ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട്, നമ്മൾ കാണാത്ത ആൾക്കാർ. നമ്മുടെ ചാനലിൽ കുറേ പേര് പറഞ്ഞിരുന്നു ഗൂസിനെ വാങ്ങിക്കുന്നു. അപ്പോൾ ദേ ഇവിടെ ഗൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ രജനിയുടെ വീട് ഇതാണ്. തൊട്ടിപ്പുറത്തുള്ള വീട്ടുകാരുടെ ഗൂസാട്ടോ. കുറച്ച് അലമ്പാട്ടോ, ആൾക്കാർ കൊത്തുന്നുണ്ട് കേട്ടോ. ആൾക്കാർ കൊത്തൂല്ലേ? ഒന്ന് പോയിക്കോ കുഞ്ഞാറ്റ കൊത്തു കൊള്ളാൻ വേണ്ടി കുഞ്ഞാറ്റ പോവുകയാണ്. വടി ഉണ്ടാവോണ്ട് വരൂല. നമ്മുടെ നാട്ടിലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നെല്ല് വാങ്ങാൻ പോയിരുന്നേ. കഴിഞ്ഞ വർഷത്തെ നെല്ലിന് അവിടെ 25 രൂപ കേട്ടോ. അപ്പം നമ്മുടെ താറാവൊക്കെ മുട്ടയിട്ട് തുടങ്ങിയപ്പോൾ നെല്ല് അത്യാവശ്യമായി. ഇവിടെ നോക്ക്, അവരുണ്ടാക്കിയ നെല്ല് തന്നെയാണ് ഇത്. വെറുതെ കുറേ കേടൊന്നു പോയി, കുറേ എലി നിന്നിട്ടും നെല്ലൊക്കെ കേടുവരുത്തി. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേച്ചി ചേർത്ത് തരികയാണേ. പഴയ പാടത്തെ പണിക്കാരത്തി കേട്ടത്. ചെറുതായി മറന്നു വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. തിരിച്ചെടുത്തോണ്ടിരിക്കുകയാണ് പരിപാടികൾ എങ്ങനെയാണെന്നുള്ളത്.